ശ്രീമതി ടീച്ചറുടെ കുട്ടികളെ എല്ലാം തുറന്നു പറഞ്ഞു എന്ന് പറയുന്നത് ആ ഒരു നിമിഷം ഉണ്ടായ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, കുട്ടികൾ ഇന്ന് നിൽക്കുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം പുറത്തു വരികയും അത് പ്രതികളായ ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നതിന് ശേഷം ധൈര്യത്തിലാണ് കുട്ടികൾ നിൽക്കുന്നത്. അത് ഇതിനു മുമ്പുണ്ടായ സാഹചര്യം അങ്ങനെയല്ല. ഇവ പീഡിപ്പിക്കാവുന്ന ഈ ക്രിമിനൽസ് എല്ലാ ദിവസവും അവർ രാവിലെയും വൈകുന്നേരവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അത് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ കൊന്നുകളയും എന്നുള്ള രീതിയിലുള്ള ഭീഷണി, അവരുടെ മറ്റു തരത്തിലുള്ള സ്വകാര്യതയെ ഹനിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ പുറത്തുവിടുന്ന ഭീഷണി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനുശേഷം നമ്മളിത് കൃത്യമായിട്ട് അധികാരികളുടെ മുമ്പിലും പോലീസിന് മുമ്പിലും എത്തിക്കുകയും പരാതി സ്വീകരിക്കുകയും പോലീസ് കുറ്റവാളികളെ എന്ന് സംശയിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുകയും അവർ കാരാഗ്രഹത്തിലാണ് എന്ന് ഉറപ്പിട്ടതിന് ശേഷമാണ് ഈ കുട്ടികൾക്ക് ഇത്രയും ധൈര്യം വരുന്നത്. അപ്പം ഈ കുട്ടികൾ തുറന്നു വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒരു തുടർച്ചയായിട്ടുള്ള ഒരു ഇന്റർവെൻഷന്റെ ഭാഗമായിട്ടാണ്. ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ഉഷാദ് സ്വീകാര്യമായ വാദമാണ്. അഷ്റഫ്, ഞാൻ വരാം. അല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്ന ഈ സ്ഥാപനം ചെയ്ത ഒരു കാര്യം, അവർ തന്നെ പോലീസിൽ പരാതി കൊടുത്തു. അവരുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരു വീഴ്ചകളും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഉഷ. യതീംഖാനകളുടെ പ്രവർത്തനങ്ങൾ ഈ രീതിയിലാണോ? അല്ല, ഈ സ്ഥാപനം നല്ല രീതിയിൽ പോകുന്നതുകൊണ്ടാണ് അവർക്ക് അതിന് കഴിഞ്ഞത്. പിന്നെ അവർക്ക് ഇതൊന്ന് മൂടി വെക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായില്ല. പക്ഷെ അതിനകത്ത് ഈ അവരുടെ സംവിധാനങ്ങൾ വേണ്ട രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഇഷ്യൂ കൈകാര്യം ചെയ്യാൻ മാത്രമുള്ള ഇത് അവരുടെ സംവിധാനത്തിൽ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ കുട്ടികൾ എന്തും തുറന്നു പറയാൻ, കാരണം അവരിൽ ഒരാളെ ഏതെങ്കിലും തരത്തിലൊരാൾ അഹിതമായിട്ടൊന്ന് തൊടുക അല്ലെങ്കിൽ നോക്കുക പോലും ചെയ്യുമ്പോൾ പറയാൻ പറ്റുന്ന തരത്തിൽ വിശ്വാസമായിട്ടുള്ളൊരു സ്ഥലം അല്ലെങ്കിൽ ഒരാൾ അവർക്ക് അവിടെ ഉണ്ടാവണമായിരുന്നു. കാരണം ഒരുപാട് പേര് പഠിക്കുന്നതും ഒരു വലിയ സംവിധാനമാണ്. അതെ, ബാക്കിയെല്ലാം നന്നായിട്ട് നടന്നു പോകുന്നത്. ഇത് അവർ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷെ എപ്പോഴും പ്രതീക്ഷിക്കുന്നതല്ലല്ലോ സംഭവിക്കുന്നത്. ഇവിടെ എവിടെയും നമ്മൾ പ്രതീക്ഷിച്ചത് ഈ കുട്ടികളുടെ സാമൂഹ്യ സാഹചര്യമോ? കാരണം അഷ്റഫ്, ഞാൻ തിരികെ എത്താം. ഈ സാമൂഹ്യ സാഹചര്യം ഈ കുട്ടികളെ മധുരം കൊടുത്താണ് ആകർഷിച്ചതെന്നാണ് പറയുന്നത്. മധുരം കൊടുത്ത് ആകർഷിച്ചെന്ന് പറയുമ്പോൾ 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും കുട്ടികളാണ് ഉഷ. മധുരം മാത്രമല്ല, അവർ പ്രത്യേകമായിട്ട്, കാരണം ഞങ്ങളൊക്കെ ഇങ്ങനത്തെ, ഞാൻ ഈ കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ സർവൈവേഴ്സിൻ്റെ കൂടെ ജീവിക്കുന്നതുകൊണ്ട് എനിക്കറിയാം, വളരെ ചെറിയ ഒരു കൊളുത്തുകൊണ്ട് ഇവരെ നമുക്ക് ഇതിങ്ങനെ പറ്റിക്കാൻ പറ്റും. പ്രത്യേകിച്ചും ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 14 and 18 അത് നമുക്ക് അനുഭവമുണ്ട്. കാരണം ചെറിയൊരു കാര്യങ്ങളിൽ, കാരണം അവരെ ആരും ശരിക്കും സ്നേഹിച്ചിട്ടില്ല. അപ്പോൾ ഒരു കപടമായിട്ടുള്ളൊരു സ്നേഹത്തിൻ്റെ മുന്നിൽ പോലും അവർ പ്രത്യേകമായിട്ട് അവർ പരിഗണിക്കപ്പെടുമ്പോഴുണ്ടാകുന്നു. ഒന്ന് അവരുടെ ഒരു കൗമാരത്തിൻ്റെ സമയമാണ്. ശരിക്കും നമുക്ക് അത്തരം ഇഷ്യൂസ് നമ്മൾ സ്കൂളുകളിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഈ ടീച്ചർ എന്ന് പറയുകയായിരുന്നു, ശ്രീമതി ടീച്ചർ, ഈ സ്കൂള് ഈ ഹോസ്റ്റൽ 100 മീറ്ററിന്റെ എന്തോ വ്യത്യാസമേ ഉള്ളൂ. അവിടെയാണ് ഈ കടയും, അവിടെയാണ് ഇത്ര സംഘടിതമായ ഒരു കുറ്റകൃത്യം 2 മാസത്തോളമായി നടക്കുന്നത്. സാഹചര്യം എങ്ങനെയാണ്? 2 മാസം ഉഷ, 2 മാസം. അതെന്താ വെച്ചാൽ ഈ 3-4 കുട്ടികളുള്ളത് കൊണ്ട്, ചിലപ്പോൾ ഒരു കുട്ടിയായിരുന്നെങ്കിൽ ഒരു പക്ഷേ നേരത്തെ ഇവർ 3-4 പേര് ഇത് ഷെയർ ചെയ്തിരുന്നു എന്നുള്ളതായിരിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ചെയ്യാറുള്ള കാര്യം, ഓരോ കുട്ടിക്കും അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കൂടുതൽ സംസാരിക്കുന്നത്, കൂടുതൽ അടുപ്പം കാണിക്കുന്നത്, അകന്ന് നിൽക്കുന്നത്, മുഖത്ത് നോക്കാത്തതൊക്കെ വെച്ച് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ ഇത് വളരെ സൂക്ഷ്മമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ. കാരണം അങ്ങനെ അവരുടെ ഹൃദയത്തിൽ തൊടുമ്പോൾ മാത്രമാണ്, ഇവിടെ ഞാൻ സേഫാണെന്ന് പറഞ്ഞാൽ മാത്രമാണ് അവർ പറയുക ഇന്നൊരാൾ എന്നോട് ഇതിപ്പോൾ കുറേ ദിവസമായി കുട്ടികളാകെ വരണ്ടും പോയി. കാരണം അവരുടെ ഫോട്ടോ ഉണ്ടാവും, അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളുണ്ടാവും, അങ്ങനെയൊക്കെ. അതാണ് കേരളത്തിൽ ആദ്യം ബ്രേക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ ഒരു നഗ്ന ചിത്രം അല്ലെങ്കിൽ ഏതോ ചിത്രം ഉണ്ടായിക്കോട്ടെ, അതിലൊന്നും എനിക്ക് പേടിക്കാനില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ആത്മവിശ്വാസം കൊടുക്കാനും കഴിഞ്ഞില്ല. അല്ല, അങ്ങനെ പറയുമ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ. മുഹമ്മദ് ഫർഹദ് എന്ന ഒരാൾ ഒരു FB പോസ്റ്റ് ഇട്ടു. ഇപ്പോൾ അയാളത് ഡീആക്ടിവേറ്റ് ചെയ്തു. അയാൾ ഈ കേരളത്തിൽ സുഖകരമായി നിൽക്കുന്നുണ്ട്. അയാളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ 2 പക്ഷങ്ങൾ രൂപപ്പെട്ടു. അയാളെ അനുകൂലിക്കുന്നവരും അയാളെ എതിർക്കുന്നവരും എന്ന് പറഞ്ഞ് ഇപ്പോഴും ഹൈടെക് സെല്ലിൽ അത് എത്തിയിരിക്കുന്നു. ഹൈടെക് സെൽ അത് പരിശോധിക്കും. ഇങ്ങനെയുള്ള സന്ദേശമാണ് നൽകുന്നത്. അതെ, പക്ഷെ വേറൊരു കാര്യം കൂടി, കുട്ടികളോട് പറയാനല്ല, അങ്ങനെ പറയാൻ കഴിയുന്ന ഒരാളും കഴിയില്ല. ഇപ്പോഴത്തെ കേരളത്തിലെ അവസ്ഥയിൽ കഴിയില്ല. പക്ഷെ അത് ഉണ്ടാക്കിയെടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്. പിന്നെ രണ്ടാമത്, എന്തുകൊണ്ട് കുട്ടികൾ അതിക്രമത്തിന് ഇരയാവുന്നു എന്നുള്ളതാണ്. കാരണം അത് മൂടി വെക്കാമെന്നും അവരെ അമർത്താമെന്നും ആ കേസ് കേരളത്തിൽ ഒരു കുട്ടി അതിക്രമത്തിന് ഇരയായതും പുറത്തു വരുന്നില്ല. ശരിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. മുതിർന്ന ആൾക്കാരാകുമ്പോൾ അവർ തന്നെ റെസിസ്റ്റ് ചെയ്യും. ശരിയാണ്. അഡ്വക്കേറ്റ് നസീർ ചാലിയം, എനിക്കൊരു ഇടവേളയ്ക്ക് പോകണം. അതിനു മുമ്പാണ് ഞാൻ അങ്ങയിലേക്ക് വരുന്നത്. വരാൻ വൈകിയതിൽ അങ്ങനോട് ക്ഷമിക്കുകയും വേണം. അഡ്വക്കേറ്റ് നസീർ ചാലിയം, ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷനായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണല്ലോ താങ്കൾ. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്ര ഭീതിതമായ രൂപത്തിൽ ഈ കുരുന്നുകൾ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നത്? ഇതൊരു അസംഘടിത വിഭാഗമാണ്.
ഒരു അവകാശങ്ങളും ഇല്ലാത്തവരാണ്, ആർക്ക് വേണമെങ്കിലും വായ്മൂടി നിർത്താൻ കഴിയുന്നതാണ് എന്നൊരു അരക്ഷിതത്വമുണ്ട്. അതൊരു മനഃശാസ്ത്രമായി രൂപപ്പെട്ടിട്ടുണ്ട്. അതിനെ എങ്ങനെയാണ് മറികടക്കാൻ കഴിയുക? കാരണം കുറ്റങ്ങളിപ്പോൾ ഈ യത്തീംഖാനയിൽ നിന്ന് മാത്രമൊന്നുമല്ല പുറത്തു വരുന്നത്. 2015 1569 ലൈംഗിക പീഡന പരാതികളാണ് കുട്ടികൾക്കെതിരെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു ദിവസം 4 എന്ന ക്രമത്തിൽ. അപ്പോൾ കുറ്റങ്ങളുടെ ആധിക്യം നമ്മുടെ മുന്നിലുണ്ട്, കുറ്റവാളികളുടെ ആധിക്യം നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ടും ഈ വിഭാഗം ഇങ്ങനെ ഇപ്പോഴും ഭയന്നും വാമൂടപ്പെട്ടും കഴിയുകയാണെങ്കിൽ എവിടെ നിന്ന് വേണം ഇതിൻ്റെ പരിഹാരക്രിയ തുടങ്ങാൻ? ഇതിൽ ഏറ്റവും പ്രധാനം, ഏറ്റവും സമയബന്ധിതമായി പ്രോസിക്യൂഷൻ ആ ഫൈനൽ റിപ്പോർട്ട് കോടതിയിൽ നൽകുകയും അത് സമയബന്ധിതമായി ഒരു പ്രതികൾക്ക് പരമാവധി നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ നൽകുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചാൽ മാത്രമേ ആദ്യമായി ഇത്തരം ഒരു സൊസൈറ്റിക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റൂ. ഇന്ന് ഇപ്പം പോലീസ് അന്വേഷിക്കുന്ന കേസുകളിൽ തന്നെ പലതും അന്വേഷണം അല്ലാതെ നീണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല അതിൽ തന്നെ പല കാരണങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നു. ഒന്നാമത് ഈ ഫോറൻസിക് സയൻസ് റിപ്പോർട്ട് കിട്ടുന്നതിനുള്ള കാലതാമസം, അതോടൊപ്പം തന്നെ ഈ എക്സ്പെർട്ട് എവിഡൻസ് കളക്ട് ചെയ്യുന്നതിൻ്റെ കാലതാമസം. ഇപ്പോൾ ഞാൻ ബാലാവകാശ കമ്മീഷൻ അംഗമായിരുന്ന സമയത്ത് നമ്മൾ ഗവൺമെൻറ്റിന് ഉത്തരവ് കൊടുത്തിരുന്നു. ഈ ലൈംഗിക പി ഉഷ ഫയൽ ചെയ്ത ഒരു പെറ്റീഷനുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഈ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രോസിക്യൂഷൻ്റെ എക്സ്പെർട്ട് റിപ്പോർട്ടുകൾ, FSL റിപ്പോർട്ടുകൾ, അത് ഒരു മുൻഗണനാ ക്രമത്തിൽ പോലീസിന് നൽകാൻ ആവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കണമെന്ന് ഞങ്ങൾ റെക്കമെൻഡേഷൻ നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ഒരു ഓർഡർ തന്നെ ഇഷ്യൂ ചെയ്തു. കാരണം ഇത്തരം ലൈംഗിക പീഡന കേസുകളിൽ പോലീസിന് എളുപ്പത്തിൽ അല്ലെങ്കിൽ പോക്സോ ആക്ട് അനുശാസിക്കുന്ന സമയപരിധിക്കകം ചാർജ് ഷീറ്റ് കൊടുക്കാൻ അത് ലഭ്യമാക്കുന്നതിന് ഈ FSL റിപ്പോർട്ട് എത്രയും മുൻഗണനാ ക്രമത്തിൽ കൊടുക്കണമെന്ന് അല്ലെങ്കിൽ കൊടുക്കേണ്ടതാണെന്ന് സർക്കാർ ആഭ്യന്തര വകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ച് എല്ലാ ഫോറൻസിക് സയൻസ് ലബോറട്ടറിയും കൊടുത്തു. അപ്പോൾ അതിലിപ്പോൾ മറ്റൊരു കാര്യം, ഇത് ഏറ്റവും എളുപ്പത്തിൽ ഇതിൻ്റെ പ്രോസിക്യൂഷൻ വിചാരണ പൂർത്തിയാക്കുന്നതിന് വേണ്ടി വളരെ സ്പീഡായി ഇതിൻ്റെ ട്രയൽ നടപടി ത്വരിതപ്പെടുത്തുന്നതിനാവശ്യമായ ഒരു നടപടി സ്വീകരിക്കേണ്ടത്. ഇപ്പോൾ ഇന്ന് കേരളത്തിൽ 3 സ്പെഷ്യൽ കോർട്ടുകളാണ് പ്രവർത്തിക്കുന്നത്: തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലയിൽ. പക്ഷേ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട ലൈംഗികാതിക്രമ കേസുകളുടെ വിചാരണയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക കോടതി രൂപീകരിച്ചാൽ മാത്രമേ ഇതൊരു സമയബന്ധിതമായ പ്രോസിക്യൂഷൻ, ഇപ്പോൾ പോക്സോ ആക്ട് പ്രകാരം 1 വർഷത്തിനകം ഇതിൻ്റെ വിചാരണ നടപടികൾ പൂർത്തീകരിക്കണം. പക്ഷേ പലതും ലാഗ് ചെയ്തു പോവുകയാണ്. ചില ജില്ലകളിൽ അത് വളരെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പല കോടതികളും കേസിൻ്റെ ആധിക്യം കാരണം, കേസുകൾ കെട്ടിക്കിടക്കുന്നത് കാരണം ഇതിൻ്റെ വിചാരണ നടപടികൾ നീണ്ടുപോകുന്നുണ്ട്. അതൊരു തെറ്റായ മെസ്സേജാണ് സൊസൈറ്റിയിൽ കിട്ടുന്നത്. കാരണം പ്രതികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കടുത്ത ശിക്ഷ അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന ശിക്ഷ നൽകി കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല ഈ കുറ്റകൃത്യങ്ങൾക്കെതിരെ കുറ്റകൃത്യം തടയുന്ന ഇതിനുള്ള ഒരു നല്ലൊരു മെസ്സേജ് ആയിരിക്കും. ഇപ്പം മറ്റൊരു പ്രധാന കാരണം, ഈ കേസുകൾ നീണ്ടുപോകുന്നത് കൊണ്ട് പലപ്പോഴും കേസുകൾ ഹോസ്റ്റൈലായി മാറുന്നുണ്ട്. അതുപോലെ സാക്ഷികൾ കോടതിയിലെത്തുമ്പോൾ ഹോസ്റ്റൈലാവും. മാത്രമേ ഇരകൾ തന്നെ അവരുടെ വിവാഹം മറ്റും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ആ കേസ് പ്രോസിക്യൂഷനുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ താല്പര്യപ്പെടാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്തരം അവസ്ഥകളൊക്കെ ഒഴിവാക്കണമെങ്കിൽ സമയബന്ധിതമായി ചാർജ് ഷീറ്റ് കോടതിയിലെത്തുകയും ഏറ്റവും എളുപ്പത്തിൽ ഈ പ്രത്യേകിച്ച് കുട്ടികൾ ഉൾപ്പെടുന്ന വിക്ടിംസ് ആയിട്ടുള്ള കേസുകളുടെ വിചാരണ നടപടികൾ തീർക്കുന്നെങ്കിൽ മാത്രമേ ഇതിൽ ആദ്യമായി ഏറ്റവും പ്രധാനമായി ഒരു നിയമ സംവിധാനം അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിന് കുട്ടികളോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യം ഇതായിരിക്കും. കാരണം മറ്റ് കേസുകളെ പോലെ, മറ്റ് ക്രിമിനൽ കേസുകളെ പോലെ ഇത് നമ്മൾ കണ്ടുകൂടാ. കുട്ടികളുമായി ബന്ധപ്പെട്ട കേസുകളുടെ വിചാരണ നടപടികൾ പ്രത്യേകമായി തന്നെ കണ്ട് അതിന് വേണ്ട സജ്ജീകരണങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കാരണം ഇതൊരു മുൻഗണനാ ക്രമത്തിൽ ഈ കേസുകൾ എടുക്കണം. എങ്കിൽ മാത്രമേ ഒരു സക്സസ്ഫുൾ പ്രോസിക്യൂഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയൂ. ശരി, ഞാനൊന്ന് ഇടപെടുകയാണ്. എനിക്കൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ബാലികമാരെ ബലവത്താക്കേണ്ട ബാധ്യത ആർക്ക്? ഇടവേളയ്ക്ക് ശേഷം.